1 kg വെയിറ്റ് വരുന്ന ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തലേ ദിവസം വൈകുന്നേരം വിളിച്ച് പറഞ്ഞ് പിറ്റേന്ന് രാവിലെ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വേണമെന്ന് പറഞ്ഞു. പിന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ മോന് മെസ്സി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവന് അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കേക്കിനകത്ത് വെക്കാൻ പറ്റുമെങ്കിൽ അത് വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കേക്ക് ചെയ്ത് ബ്ലൂ ആൻഡ് വൈറ്റ് കളർ കൊടുത്തിട്ട് ഫിനിഷ് ചെയ്ത് ഫ്രിഡ്ജിനകത്ത് വെച്ച്. എന്നിട്ട് ഞാൻ കുറേ യൂട്യൂബിനകത്ത് നോക്കി മെസ്സി തീം വരുന്ന എന്തൊക്കെ ചെയ്യാനുണ്ടെന്ന്. അപ്പം കുറേ പ്രിൻ്റ് വെച്ചിട്ടുള്ളതൊക്കെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് പ്രിൻ്റ് എടുക്കാനുള്ള സൗകര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് വൈകുന്നേരമല്ലേ രാത്രിയായിപ്പോയില്ലേ. അതുകൊണ്ട് പിന്നെ ഞാൻ ഫുട്ബോൾ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ച് നോക്കാം. എന്തായാലും അവർ പ്രത്യേകിച്ച് നിർബന്ധമായിട്ട് ഇന്നത് തന്നെ ചെയ്യണമെന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ബോൾ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ചെയ്ത് നോക്കാം. എനിക്കൊരു ത്രില്ലായിരുന്നു അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ യൂട്യൂബിലൊക്കെ കുറേ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് ഒന്ന് ചെയ്യാനൊരു ഐഡിയ കിട്ടി. അങ്ങനെ ഞാൻ ചെയ്തു തുടങ്ങി. പക്ഷേ അതിൽ കാണിച്ചതുപോലെ ഞാൻ ചെയ്തപ്പോഴത്തേക്കും എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. അത് എന്തോ ഒരു പെർഫെക്ഷൻ വരില്ല. പിന്നെ ഞാൻ അത് ചെയ്തതെന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ബ്ലാക്ക് കൊടുത്തിട്ട് ആദ്യം ചെയ്തു തുടങ്ങിയത് ഒരു വൈറ്റ് ഫൗണ്ടൻ്റ് എടുത്തിട്ട് ഫുള്ള് റൗണ്ട് ചെയ്ത് നല്ല ഒരു ബോൾ പോലെ ആക്കി മാറ്റിയിട്ട് പിന്നെ ചെറിയ ചെറിയ വൈറ്റും ബ്ലാക്കും ബോൾ ചെയ്ത് മാറ്റിയിട്ട് പിന്നെ ഓരോ ചെറിയ ബോൾസും ഇതിലൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൽ ചെയ്ത് കാണിച്ചതെന്ന് പറഞ്ഞാൽ ബ്ലാക്ക് കൊടുത്തിട്ട് പിന്നെ ചുറ്റും വൈറ്റ് കൊടുത്തിട്ട് പിന്നെ വീണ്ടും ഫുള്ള് ഒന്നിടവിട്ട് ബ്ലാക്ക് കൊടുത്ത് പിന്നെ അതിൻ്റെ ചുറ്റിലും വൈറ്റ് അങ്ങനെ വന്നു. പക്ഷേ അങ്ങനെ ഞാൻ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് അത്ര എന്തോ അത് ശരിയായിട്ട് തോന്നിയില്ല. പിന്നെ ഞാൻ എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഒരു ബ്ലാക്ക് കൊടുത്ത് പിന്നെ അത് ചുറ്റും വൈറ്റ് ആക്കി പിന്നെ വീണ്ടും ഒരു ബ്ലാക്ക് കൊടുത്ത് പിന്നെ അതിന് ചുറ്റും വൈറ്റ് അങ്ങനെ ചെയ്ത് വന്നപ്പോഴത്തേക്കും കുഴപ്പമില്ല, അത് കിട്ടി. പിന്നെ പക്ഷേ ആദ്യം ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് എനിക്കത് അത്ര ക്ലിയർ ആവുമെന്നൊരു ഇതുണ്ടായിരുന്നു. ഒരു പെർഫെക്ഷൻ എനിക്ക് തോന്നിയതേ ഇല്ല. പക്ഷേ അത് ഫുള്ള് ചെയ്ത് തീർന്ന് കയ്യിൽ വെച്ച് നല്ലോണം ഒന്ന് ഉരുട്ടി നല്ലൊരു ബോളാക്കി എടുത്തപ്പോഴത്തേക്കും കറക്റ്റ് ബോൾ പോലെ തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് നല്ല സന്തോഷമായിരുന്നു അങ്ങനെ നമ്മൾ ചെയ്തപ്പോഴത്തേക്ക് അത് ശരിയായി കിട്ടിയപ്പോൾ നല്ലൊരു സന്തോഷം തോന്നി. പക്ഷേ അത് ലാസ്റ്റ് 2 വൈറ്റ് 2 ബ്ലാക്ക് ഒരുമിച്ച് വന്നു. അപ്പോഴത്തേക്കും പിന്നെ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, അത് നമുക്ക് കേക്കിൽ ടച്ച് ചെയ്ത് വരണം, ആ ഭാഗത്ത് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അത് അങ്ങനെ തന്നെ വെച്ച്. പിന്നെ ഞാൻ വിചാരിച്ചു ഒരു ടീഷർട്ടും കൂടെ ചെയ്യാമായിരുന്നു. ഫസ്റ്റ് ഞാൻ ടീഷർട്ടാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അത് ഞാനൊരു പേപ്പറിൽ മൊബൈലിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒരു പേപ്പർ വെച്ച് കട്ട് ചെയ്ത് കറക്റ്റ് കേക്കിൽ കണക്കിനുള്ളൊരു രീതിക്ക് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഫോണ്ടൻറ്റിൽ കട്ട് ചെയ്ത് വെച്ച് പിന്നെ ഒരു ലൈൻ ഉണ്ടല്ലോ നമുക്ക് ആ ടീഷർട്ടിൽ വരുന്ന ബ്ലൂ ലൈനും കയ്യിൽ ബ്ലാക്കും അങ്ങനെ അതും റെഡിയാക്കി. ഇത്തിരി നമ്മളൊന്ന് ബുദ്ധിമുട്ടി അത് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യണേല്ലേ, അപ്പോൾ അത്ര എക്സ്പീരിയൻസും ഇല്ല. എന്നാലും നമുക്ക് ചെയ്യാനൊരു ഇഷ്ടം ഉണ്ടായിരുന്നു എനിക്ക്. അതുകൊണ്ട് പിന്നെ ആ ബ്ലാക്കും സൈഡിൽ ഇങ്ങനെ വരുത്തുന്ന അതൊക്കെ വെച്ച് കൊടുക്കാൻ ഇത്തിരി നല്ല ചെറുത് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാനൊക്കെ പാടായിരുന്നു. എന്നാലും നല്ല ഇഷ്ടത്തോടെ ഞാൻ ചെയ്തത്. പിന്നെ ഇതെല്ലാം ഒട്ടിച്ചു കൊടുത്തത് ഞാൻ എഡിബിൾ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തത്. ഇല്ലെങ്കിൽ നമ്മൾ പച്ചവെള്ളം വെച്ച് ഒട്ടിച്ചാലും മതി. പക്ഷേ അതിനേക്കാളും ഗ്ലൂ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ പിന്നെ ഗ്ലൂ വെച്ചാണ് ഇതെല്ലാം ഒട്ടിച്ചു കൊടുത്തത്. അതെല്ലാം സെറ്റാക്കി ഒരു ടിന്നിനകത്തിട്ട് അടച്ചു വെച്ചിട്ട് പിറ്റേന്ന് രാവിലെയാണ് ഞാൻ ഇതെല്ലാം കേക്കിലേക്ക് വെച്ച് കൊടുക്കുന്നത്. പിന്നെ നൈം എഴുതുമ്പോഴത്തേക്കും മെസ്സിയുടെ പേരും കൂടെ അവൻ്റെ പേരിൻ്റെ കൂടെ എഴുതണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവന് മെസ്സി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടമാണെന്നാണ് പറഞ്ഞത്. പിന്നെ പേരെഴുതിയപ്പോഴത്തേക്കും മെസ്സിയുടെ പേരും കൂടെ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു.